പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ നിന്നും നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ നിന്നും ഏറെ വ്യത്യാസമാണ്. കാരണം ഓരോ ഗ്രാമത്തിൻ്റെയും പ്രധാന കേന്ദ്രങ്ങളിൽ അതോടൊപ്പം തന്നെ ജില്ലാ കേന്ദ്രങ്ങൾക്ക് സമാനമായി തന്നെ വലിയ തോതിലുള്ള അണികളെ അണിനിരത്തിക്കൊണ്ട് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി വലിയ ആഘോഷ സമാനമായ സാഹചര്യമാണ് എല്ലായിടത്തും ഒരുങ്ങുക. വരാൻ ഇരിക്കുന്ന 3 മണിക്കൂർ എന്നുള്ളത് പരമാവധി ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രചാരണ രംഗത്ത് അവർ മേൽക്കൈ നേടുക, പരമാവധി ആളുകളുടെ പിന്തുണ തങ്ങൾക്കാണ് എന്ന ഓരോ മുന്നണിയുടെയും പ്രവർത്തകർ തെളിയിക്കുക, അതിനാവശ്യമായ പ്രവർത്തനങ്ങളാണ്. ഞാൻ ഓമല്ലൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന ഇടതുപക്ഷ പ്രവർത്തകർക്കൊപ്പമാണ് ഉള്ളത്. ക്രമീകരണങ്ങൾ ആയോ? എന്താ ഇനി പരിപാടി? ഞങ്ങളുടെ ക്രമീകരണങ്ങളെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞു. ഇന്നുകൊണ്ട് ഞങ്ങളുടെ കലാശക്കൊട്ടാണ്. കലാശക്കൊട്ട് കഴിയുമ്പോൾ ഞങ്ങൾ വീടുകളിൽ കയറി കുറച്ചുകൂടെ പ്രവർത്തനം ശക്തമാക്കാൻ ഞങ്ങൾ വിജയം ഉറപ്പിച്ചതാണ്. കുറച്ചുകൂടെ ശക്തമായി ഞങ്ങളുടെ വിജയം ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ഇന്നും നാളെയുമായിട്ട് നടത്തപ്പെടും. ഇനി ആളുകൾ വരാനുണ്ടല്ലേ? കുറച്ച് പേര് കൂടെ വരാനുണ്ട്. നമ്മൾ എല്ലാവരും ഒത്തുചേർന്നിട്ടാണ്, നമ്മൾ ഒന്നിച്ചാണ് പോകുന്നത്. ആവേശത്തിന്റെ കൊടുമുടിയിലാണ് നമ്മൾ ഇലക്ഷനെ നേരിടുകയാണ്. സ്ഥാനാർത്ഥികൾ വന്നു, പ്രവർത്തകരാണ് ഇനി വരാനുള്ളത്. പ്രവർത്തകർ വരാനുണ്ട്, അവർ വന്നുകൊണ്ടിരിക്കുക. അവർ വേറൊരു റൂട്ട് വരെ പോയതാണ്, ഇപ്പൊ തന്നെ അവർ തിരിച്ചെത്തും. നമ്മൾ ഒന്നിച്ച് കലാശക്കൊട്ടിനെ ഓമല്ലൂർ മാർക്കറ്റിലേക്ക് എത്തുകയാണ്. ഈ ഓമല്ലൂർ ഗ്രാമപഞ്ചായത്ത് പറയനാലി വാർഡിലെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഒക്കെയാണ് അണിനിരന്നിട്ടുള്ളത്. എങ്ങനെയാണ് റൂട്ട് മാപ്പ്? എങ്ങനെയാണ് റൂട്ട് മാപ്പ്? ഇവിടുന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഓമല്ലൂർ മാർക്കറ്റ് കേന്ദ്രീകരിച്ചതിന് ശേഷം അവിടുന്ന് പഞ്ചായത്തിലെ 15 വാർഡുകളും കവർ ചെയ്തുള്ള പ്രചാരണ പ്രവർത്തനമാണ്. വൈകിട്ട് 6 മണിയോടുകൂടി ഇത് അവസാനിക്കും. നമുക്കിനി സ്ഥാനാർത്ഥികളുടെ പ്രതീക്ഷകളിലേക്ക് പോകാം. എല്ലാവരെയും കണ്ടോ? കണ്ട് നല്ല വിജയമാണ് പ്രതീക്ഷിക്കുന്നത്. നല്ല വിജയമാണ്. എന്താണ് സംവിധായകരോട് പറയാനുള്ളത്? വോട്ടർമാരോടോ? ജയിച്ചാൽ വോട്ടർമാരുടെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുമെന്നാണ് അവരോട് പറയാനുള്ളത്. അവരിൽ ഒരാളായിട്ട് പ്രവർത്തിക്കുമെന്ന്. പറയനാലി, അയ്മാലി കിഴക്ക് ഭാഗങ്ങൾ ചേരുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ 2 വാർഡിലെ സ്ഥാനാർത്ഥികൾ ഉണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് സംസ്ഥാനത്ത് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങളിലും ഈ സർക്കാരിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ എത്താത്ത ഒരു കുടുംബം പോലും ഇല്ല. അപ്പോൾ അത് ജനങ്ങളുടെ ഇടയിൽ അതൊരു വലിയ വിശ്വാസം ഈ സർക്കാരിനോടുണ്ട്. പറഞ്ഞ വാഗ്ദാനങ്ങൾ മുഴുവൻ നടപ്പാക്കിയ ഒരു സർക്കാരാണ്. അതുപോലെ തന്നെ അധികാര വികേന്ദ്രീകരണം, താഴെത്തട്ടിലേക്ക് അധികാരം എത്തിച്ചിട്ടുള്ള ഒരു മുന്നണിയാണ് ഇടതുപക്ഷ മുന്നണി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം ജനങ്ങളുടെ ജനവിധിയിൽ ഇതെല്ലാം പ്രതിഫലിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അടുത്തൊരു ഗ്രാമപ്രദേശമാണ് അയ്മാലി, പറയനാലി മേഖലകൾ എന്നുള്ളത്. കൂടുതൽ പ്രവർത്തകർ എത്തിച്ചേരും വരും മണിക്കൂറുകൾ. അതേസമയം തന്നെ മഴ പെയ്യുമോ എന്നുള്ളൊരു നേരിയ തോതിലുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. വെയിൽ ഉറച്ച മണിക്കൂറുകളായിരുന്നു പിന്നീടതെങ്കിൽ ഇപ്പോൾ ആകാശം മേഘാവൃതമായി മാറിയിരിക്കുകയാണ്. ഇന്നലെയും വൈകുന്നേരത്ത് ചെറിയ മഴ പെയ്തിരുന്നു. എന്നാൽ അത് ഏതെങ്കിലും തരത്തിൽ മഴ വന്നാൽ പോലും പ്രവർത്തകർ വൈകുന്നേരം 6 മണി വരെയുള്ള സമയത്ത് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ കേന്ദ്രമാക്കിക്കൊണ്ട് തന്നെയായിരിക്കും പ്രവർത്തിക്കുക. പരമാവധി ആളുകളുടെ സാന്നിധ്യത, പ്രവർത്തകർ വരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി ഒരു റോഡ് ഷോ എന്നുള്ള നിലയിലാണ് ഓമല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ മേഖലകൾ കടന്നുകൊണ്ട് ഇടതുപക്ഷ പ്രവർത്തകർ അവരുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ അവസാന നിമിഷത്തേക്ക് കൂടി ആലോചിച്ച് അങ്ങനെ കൂടുതൽ പ്രവർത്തകരുടെ സാന്നിധ്യത്തോടുകൂടി പരമാവധി ആളുകളുടെ പിന്തുണ ഞങ്ങൾക്കാണ് എന്നുള്ള ഒരാവേശം അത് പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് വരും മണിക്കൂറുകളിലൊക്കെയും ശ്രമം ഉണ്ടാവുക. അതിനായി ഇരുചക്ര വാഹനങ്ങൾ അണിനിരന്ന് കഴിഞ്ഞിരിക്കുകയാണ്. പ്രവർത്തക സ്ത്രീകൾ അടക്കമുള്ള ആളുകൾ എത്തിച്ചേരുന്നുമുണ്ട്. എന്തായാലും ഒരു മേഖലയിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിരിക്കില്ല മറ്റൊരു മേഖല. കാരണം ഗ്രാമീണ മേഖലകളിലെ ആളുകളുടെ പരമാവധി പേരെ അണിനിരത്തിക്കൊണ്ടുള്ള പ്രകടനങ്ങൾ, അതോടൊപ്പം തന്നെ വലിയ തോതിലുള്ള ആഘോഷ പരിപാടികളൊക്കെ തന്നെയായിരിക്കും അടുത്ത മണിക്കൂറുകളിൽ നാട്ടിൽ ആകെ കാണാൻ കഴിയുന്നത്.